വീട്ടിൽ ഡിസിപ്ലിൻ പഠിപ്പിക്കാനായി റിവാർഡ് മെത്തേഡ് ഉപയോഗിക്കാമെന്ന് പറയാറുണ്ട്. അത് പ്രായോഗികമായി എങ്ങനെ എവിടെയൊക്കെ പാരൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റും? കുട്ടികളാകുമ്പോൾ വാശി കാണിക്കുക അല്ലെങ്കിൽ റൂൾസ് ബ്രേക്ക് ചെയ്യുക, ഇതൊക്കെ വളരെ സാധാരണമായിട്ടുള്ളൊരു കാര്യമാണ്. പൊതുവെ പാരൻസ് പറയുന്ന കാര്യമാണ് കുട്ടികളിൽ ഡിസിപ്ലിൻ ഇല്ല എന്നുള്ളത്. അപ്പോൾ ഇതിന് യൂഷ്വലി ഞങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് റിവാർഡ് മെത്തേഡ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ അവരുടെ അടുത്ത് സ്ട്രിക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ അവർക്ക് പണിഷ്മെൻറ്റ് കൊടുത്തിട്ടൊന്നും കാര്യമില്ല. കാരണം അത് പാരൻറ്റിനാണെങ്കിലും കുട്ടിക്കാണെങ്കിലും സ്ട്രെസ്സാണ് തരിക. അവിടെയാണ് നമ്മൾ ഈ റിവാർഡ് മെത്തേഡ് അപ്ലൈ ചെയ്യേണ്ടത്. ഓരോ കുട്ടികൾക്കും ഓരോ താല്പര്യങ്ങളാണ്. ഇപ്പോൾ ചില കുട്ടികൾക്കാണെങ്കിൽ കളിക്കാനായിരിക്കും കൂടുതൽ ഇഷ്ടമുണ്ടാവുക, ചില ആൾക്കാർക്കാണെങ്കിൽ അവരുടെ ഫേവറേറ്റ് ഫുഡ്സ് ആയിരിക്കും അല്ലെങ്കിൽ ഔട്ടിംഗ് ആയിരിക്കും ഇഷ്ടമുണ്ടാവുക. അപ്പം ഇതനുസരിച്ചിട്ട് വേണം ഓരോ കുട്ടീൻ്റെ റിവാർഡ്സ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഉദാഹരണത്തിന് ഹോംവർക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്തൊരു കുട്ടി, ഈ കുട്ടിക്ക് ഹോംവർക്ക് ചെയ്തു കഴിഞ്ഞാൽ റിവാർഡായിട്ട് പ്ലേ ടൈം കൊടുക്കാം. ഇത് ആ കുട്ടിക്ക് ഹോംവർക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് കൂട്ടും. അല്ലെങ്കിൽ ഫുഡ് കഴിച്ചുകൊണ്ട് TV കാണുന്ന ഒരു കുട്ടി, ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ മാത്രം ആ കുട്ടിക്ക് ഒരു ലിമിറ്റഡ് ടൈമിലേക്ക് TV കാണുന്നത് റിവാർഡായിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ മറ്റൊരു എക്സാമ്പിളായിട്ട് റൂമൊക്കെ വലിച്ചു വാരിടുന്ന ഒരു കുട്ടി, ആ കുട്ടിക്ക് റൂം ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിക്കേഴ്സ് റിവാർഡായിട്ട് കൊടുക്കാം.